അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് അലീനിൽ ഞങ്ങൾ താമസിക്കുന്നതിനടുത്തായിട്ടൊരു പാർക്കുണ്ട്. ആ പാർക്കിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അവിടോട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണുന്നത്. കണ്ടില്ലേ, ഈന്തപ്പനകളെല്ലാം സീസൺ കഴിഞ്ഞ് അവർ ക്ലീൻ ചെയ്ത് അടുത്ത് ഇങ്ങനെ ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ ചെറിയ ഒരു ഇടവഴികളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. കണ്ടോ, അത്തി പിടിച്ച് നിൽക്കുക. ഇങ്ങനെ ഒരു ഷോർട്ട് കട്ടുണ്ട്. ആ ഷോർട്ട് കട്ട് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി നടക്കണ്ട, ഷോർട്ട് കട്ടിലൂടെ നമുക്ക് പോകാം. ഈ അറബി വീടുകളുടെ ഫ്രണ്ടുകളിലെല്ലാം നിറച്ച് ഈന്തപ്പനകൾ അവർ വെച്ചിട്ടുണ്ട്. അതെല്ലാം ക്ലീൻ ചെയ്ത് ഈ വളവും ഒക്കെ ഇട്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ ചെറിയ ഒരു ബ്ലാക്ക് സൈസ് പൈപ്പ് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അതിന് വെള്ളം നനയ്ക്കുന്നതും ഒക്കെ. കണ്ടോ, നനഞ്ഞടക്കമാണ് അവിടെ എല്ലാം. ഇതുണ്ടല്ലേ, നമ്മുടെ നാട്ടിൽ ഇവിടെ മിക്ക ചെടികളും ഉണങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇതാണ്ട് ഈ ചീര പോലത്തെ ഒരു സംഭവമുണ്ട് കുറച്ച്, അത് മാത്രം ഇങ്ങനെ നല്ല ഗ്രീനിഷായിട്ട് നിൽക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരം പോകണം പാർക്കിലേക്ക്. കണ്ടോ, ഒരു കോമ്പൗണ്ടിൽ തന്നെ ഇവിടുത്തെ ബിൽഡിങ്ങുകൾ മിക്കതും ഒരു കോമ്പൗണ്ടിലെ ബിൽഡിങ്ങുകളെല്ലാം സെയിം പോലെ മോഡലുകളിലാണ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. ചേട്ടൻ്റെ അനിയൻ്റെ ഒരേപോലത്തെ വീടുകളായിരിക്കും. അവിടെ നിന്ന് ഞങ്ങൾ കൂളറിൽ നിന്ന് വെള്ളം എടുത്തു. എന്നിട്ട് ഈ റോഡ് സൈഡുകളിലെല്ലാം കൂളറുകൾ വെച്ചിട്ടുണ്ടായിരിക്കും. അവിടെ നിന്ന് വെള്ളവും എടുത്ത് ഞങ്ങൾ പോകുമ്പോഴത്തേക്കും അതിൻ്റെ അടുത്തൊരു മരമുണ്ട്. ഈ മരം നിറച്ച് കിളികളാണ്. കണ്ടോ, ആ സൈക്കിളുകാരനുമായിട്ട് അവൻ മത്സരിക്കുകയാണ്. എന്നിട്ട് എന്നെക്കാട്ടി നേരത്തെ വന്നിട്ട് അവിടെ പാത്തേക്കും. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ പാർക്കിനടുത്തുള്ളൊരു വീടാണിത്. ഇവിടെ നിറച്ച് കോഴികളും ഫാമും കണ്ടില്ലേ, നിറച്ച് ഓറഞ്ചുകളൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു വീടാണേ. ഇവിടുത്തെ മതിലുകൾക്ക് നല്ല ഹൈറ്റിലാണ് അവർ മതിലുകൾ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. കണ്ടോ, ഈ മതിലിൻ്റെ മുകളിലായിട്ട് ഈ ഓറഞ്ചുകൾ നിൽക്കുന്നുണ്ടോ? ഓറഞ്ച് ഇങ്ങനെ അതിൽ ഇങ്ങനെ താങ്ങി നിൽക്കുകയാണ്. ആ വീടിൻ്റെ സൈഡിലായിട്ട് ഒരു കുറച്ച് ഏരിയയിൽ അവർ പുല്ല് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നേ, ഈ ഒട്ടകത്തിനൊക്കെ കൊടുക്കാൻ വേണ്ടി. അത് ഭയങ്കര നമ്മുടെ നാട്ടിലേക്ക് പോലത്തെ കണ്ടില്ലേ കുറച്ച് ഏരിയയാണത്. നല്ല ഭംഗിയായിരുന്നു, നിറച്ച് പുല്ലുകളായിരുന്നു അവിടെ. അതെല്ലാം ഇപ്പം സീസൺ മാറുന്നതുകൊണ്ടായിരിക്കും അതെല്ലാം ക്ലീൻ ചെയ്തിട്ടേക്കുന്നു. കണ്ടില്ലേ, കുറച്ച് ഇത് കണ്ടോ, ഇത് നമ്മുടെ മൈലാഞ്ചി കുറേ ബുഷായിട്ട് നിൽക്കുന്നു. കുറച്ച് 2-3 കുറേ ഉണ്ടായിരുന്നു, ബുഷുകളായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് നാരങ്ങ, ചെറിയ നാരങ്ങയായിരുന്നേ. താഴത്തെ എല്ലാവരും പറിച്ചെന്നോ, താഴെയൊക്കെ കിടപ്പുണ്ടായിരുന്നു കുറച്ച്. ഏറ്റവും മുകളിൽ കുറേ നാരങ്ങ നിൽപ്പുണ്ടായിരുന്നേ. ഇത് മറ്റേ യെല്ലോ കളറിലെ ശരി സൈസുള്ള നാരങ്ങയല്ലേ, അതാണെന്ന് തോന്നുന്നു. അതിൻ്റെ അടുത്തൊക്കെ ഓറഞ്ചാണോ ഒന്നും അറിയത്തില്ല. പക്ഷെ അതിൽ ഞങ്ങൾ കുറേ നോക്കി, കണ്ടില്ല. ഒരുപാട് അതിൽ നോക്കി വയ്ക്കാൻ പറ്റത്തില്ല, കാരണം അവൻ പോയാലോ. പിന്നെ ഞങ്ങൾ തിരിച്ച് കണ്ടില്ലേ, നമ്മുടെ നാട്ടിലെ പോലെ വരമ്പിൻ്റെ അകത്തോടെ നടക്കുന്ന പോലെ നമുക്ക് തോന്നി. കണ്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വന്ന് പാർക്കിൽ പോകണം, എല്ലാ സമയവും ഒരുപാടായി. അങ്ങനെ ഞങ്ങൾ പാർക്കിലേക്ക് പോവാണ്. പാർക്കിലേക്ക് ഇതല്ല എൻട്രൻസ്, അപ്പുറത്തോടാണ്. പക്ഷേ ഇവിടെ ഭയങ്കര പൂഴിമണ്ണായത് കാരണം ഞങ്ങൾക്ക് പാടാണ് കുറച്ച് നടക്കാൻ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പോഴത്തേക്കാണ് അവിടെ ആരും അധികം ഇല്ലായിരുന്നു. ഞങ്ങൾ മാത്രമായിരുന്നു ആദ്യം വന്നത്. ഇവിടെ കൂടുതലും അറബി പിള്ളേർ ഈവനിങ് ടൈമിൽ വരും കളിക്കാൻ വേണ്ടി. ഞങ്ങൾ ആ സമയത്താണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അധികം ചൂടും കാണത്തില്ല. ചൂടുള്ളപ്പം വരാൻ ഭയങ്കര പാടാണ്. അപ്പോഴത്തേക്കും കുറച്ച് പേരൊക്കെ ഞാൻ കാണിച്ചില്ല ആ വീട്, അവരുടെ കുട്ടികളാണ് വന്നത്. ഓരോരുത്തർക്കും ഓരോ ഗതാമന്മാരാണ് അവർക്കെല്ലാവർക്കും.
ഒരു 3 കുട്ടികളോ 5 പേരോളം ഉണ്ടായിരുന്നു. ആദ്യം 3 പേരാണ് വന്നത്. അവർ ഓരോരുത്തരും ഓരോ ഇതിൽ കയറി കളിക്കുമായിരുന്നു. ഇവർ കൂടുതലും അറബിയിലാണ് ഈ സെർവൻറ്റുകളും സംസാരിക്കുന്നത്. അത് കാരണം നമുക്കധികം മനസ്സിലാകുന്നില്ലായിരുന്നു. ചില കുട്ടികൾ അധികം കമ്പനി ആവത്തില്ല, ചില കുട്ടികൾ മാത്രമേ കൂടുതൽ ക്ലോസ് ആവത്തുള്ളൂ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പോവുകയായിരുന്നു. അപ്പോഴത്തേക്കും എന്താ ഒരു മരം കണ്ടില്ലേ, അതിലൊരു കിളിക്കൂട് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.